അസ്സലാമു അലൈക്കും. ഈമാൻ തളരുന്നുവോ? വീണ്ടും കരുത്തു നേടാനിതാ 5 വഴികൾ. നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. ഈമാൻ തളരുന്നു എന്ന് തോന്നുന്നത് ഒരു തെറ്റല്ല, എന്നാൽ അതിൽ തന്നെ നിത്യമായി കഴിയുന്നത് ആണ് പ്രശ്നം. ഫ്രണ്ട്സ്, ഈമാൻ ഉണരുന്നതും ദൗർബല്യപ്പെടുന്നതും മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഓരോ തളർച്ചയും തന്നെ അള്ളാഹുവിനോട് അടുക്കാനുള്ള ഒരു വിളിയാവണം. ഈമാൻ തളരുമ്പോൾ നമ്മൾ അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ നോക്കണം, അല്ലാതെ മാറി നിൽക്കരുത്. ചില സമയങ്ങളിൽ നമ്മൾ പറയും, നമസ്കാരത്തിൽ മനസ്സൊന്നും ഇല്ല, ഖുർആൻ കാണാൻ പോലും താല്പര്യമില്ല, പാപങ്ങൾ ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ദുആയിൽ അള്ളാഹുവിനോട് ഒന്നും തന്നെ പറയാനായി തോന്നുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഹൃദയം തളർന്നു പോയിരിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ്. പക്ഷേ അത് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ചില മാർഗങ്ങളുണ്ട്. ഒന്ന്, ഖുർആനിലേക്ക് തിരിയുക. അടച്ചിരിക്കുന്ന ഹൃദയത്തിന് ഇതാണ് താക്കോൽ. ഖുർആൻ വായിക്കുക മാത്രമല്ല, അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കുക. നാം അള്ളാഹുവിനോട് സംസാരിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു അനുഭവമാണ് ഖുർആൻ പാരായണത്തിലൂടെ ലഭിക്കുന്നത്. അതിനായിട്ട് ദിനംതോറും ഒരു 5-10 ആയത്തെങ്കിലും പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഖുർആൻ തഫ്സീർ വീഡിയോസ് മാക്സിമം കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൂടാതെ കഴിയുന്നത്ര സൂറത്ത് മനഃപ്പാഠമാക്കാൻ വേണ്ടി ശ്രമിക്കുക. 2, സ്വലാത്ത്, നമസ്കാരം. നമസ്കാരം എന്നത് ഒരു കൺട്രോൾ ആൻഡ് റിഫ്രഷ് ബട്ടണാണ്. നമസ്കാരമാണ് വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് അടിസ്ഥാനം. തളരുമ്പോൾ നമസ്കാരത്തിലൂടെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും. നാം നമസ്കാരത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും അതിൽ സമർപ്പിക്കുക. അതുപോലെ ഫർള് നമസ്കാരത്തിന്റെ കൂടെ സുന്നത്ത് നമസ്കാരം കൂടി നിർവഹിക്കുക. അതൊരിക്കലും ഉപേക്ഷിക്കരുത്. ഇവ ഏറ്റവും അധികം സോൾ ക്ലെൻസർ ആണ്, അതായത് ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു. 3, നല്ല സ്നേഹിതർക്കൊപ്പം ഇടപെടുക. വിശ്വാസം എന്നത് ഒരു കോണ്ടാജിയസ് ആണ്, അതായത് പകർന്നു കിട്ടുന്ന ഒന്നാണ്. നല്ല ഈമാൻ ഉള്ളവരുടെ കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ അതിന്റെ പ്രകാശം നമുക്കും പകർന്നു കിട്ടും. അതായത് നമ്മുടെ സർക്കിൾ ഒരു ഇസ്ലാമിക് സർക്കിൾ ആക്കിയിട്ട് മാറ്റുക. അതുപോലെ തന്നെ ഇസ്ലാമിക് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. 4, കഷ്ടതകളിൽ ദുആ ചെയ്യുക. തോൽവി മനസ്സിലാകുമ്പോൾ വിജയം അവിടെ തുടങ്ങുന്നു. അള്ളാഹു ഉണർന്നിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഇടപെടുന്നു. ഒറ്റപ്പെട്ട് കിടക്കുന്ന രാത്രിയിൽ കണ്ണീരുള്ള ഒരു ദുആ, അത് മതിയാകും നമ്മുടെ തളർന്നു പോയ മനസ്സിനെ വീണ്ടെടുക്കാൻ. അതുപോലെ സ്വന്തം ഭാഷയിൽ സംസാരിക്കുക. യാ അള്ളാഹ്, ഞാൻ തളർന്നു പോയിരിക്കുന്നു. അത് തന്നെ ഹൃദയത്തിനുള്ള ദഅവയായിരിക്കും. അത് തന്നെയായിരിക്കും ഹൃദയത്തിനുള്ള താക്കോൽ. 5, ചെറിയ അമൽ സ്ഥിരമായി ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെറിയതെങ്കിലും സ്ഥിരതയുള്ള പ്രവൃത്തിയാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയം. അതായത് ഒരേ സൂറത്ത് ഓരോ ദിവസവും റീസൈറ്റ് ചെയ്യുക. ദിവസേന ഒരാളോട് നല്ലത് പറയുക. എല്ലാ ദിവസവും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 100 തവണ പറയാൻ വേണ്ടി ശ്രമിക്കുക. ഈമാൻ തളർന്നു പോയിടത്ത് നിന്നും വീണ്ടും ജീവിക്കാൻ തുടങ്ങിയാൽ ജീവിതം മാന്യമായി അറിയപ്പെടും. ജീവിതത്തിൽ അവിടെ അലസതയ്ക്ക് സ്ഥാനമുണ്ടാകില്ല. അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ശാന്തിയായിരിക്കും നിറക്കുക. മാത്രമല്ല, ഈവൻ പെയിൻസ് അത് ലേണിങ്സ് ആയിരിക്കും, ഒരിക്കലും പണിഷ്മെന്റ്സ് ആയിരിക്കില്ല. എന്നിട്ടും നിനക്ക് തോന്നുന്നുവോ എനിക്കിതൊക്കെ പ്രായോഗികമല്ല എന്ന്? പക്ഷേ ഓർക്കൂ, അള്ളാഹുവിനോടൊരു ചുവട് നീങ്ങിയാൽ അവൻ 10 ചുവടുകൾ നിന്റെ അടുത്തേക്ക് വരും. നമുക്ക് തളരാം, പക്ഷേ അവിടെ തന്നെ നിലയുറപ്പിക്കരുത്. നമ്മുടെ ഹൃദയത്തെ വീണ്ടും ഉണർത്തിയാൽ അള്ളാഹുവിൻ്റെ സന്ദർശനം നമ്മെ തേടിയെത്തും. അള്ളാഹുവിൻ്റെ കാരുണ്യം തീർച്ചയായും നമ്മെ തേടിയെത്തും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.